വിന്നേഴ്സ് അക്കാഡമിയുടെ ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന ഭാഗത്തിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം +1 കുട്ടികൾക്ക് ആവശ്യമായ അക്കൗണ്ടിങ് എന്ന പദത്തെ പരിചയപ്പെടുത്തി. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ. ഞാൻ രാജൻ മാഷ് 40-ലേറെ വർഷത്തെ അക്കൗണ്ടിങ് പഠിപ്പിച്ച പരിചയസമ്പത്ത് എനിക്കുണ്ട്. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ. വ്യാപാര ഇടപാടിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന ബിസിനസ്സിൻ്റെ ഭാഷയാണ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ഈ ബിസിനസ് ട്രാൻസാക്ഷനെ രണ്ടായിട്ട് തിരിക്കുന്നു: ക്യാഷ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷനും. നമ്മൾ സാധനങ്ങൾ വാങ്ങിയ ഉടനെ തന്നെ പണം കൊടുത്താൽ അത് ക്യാഷ് ട്രാൻസാക്ഷൻ. ഇനി സാധനങ്ങൾ വാങ്ങി പണം നാളെ തരാം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് തരാം എന്ന് പറഞ്ഞു പോയാൽ അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് കടമിടപാട്. ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് രൊക്കമിടപാട്. അതായത് ദ പേയ്മെൻറ്റ് ആൻഡ് റെസിപ്റ്റ് ഓഫ് ക്യാഷ് ഈസ് പോസ്റ്റ്പോൺഡ് ഫോർ എ ഫ്യൂച്ചർ ഡേറ്റ് ഈസ് കോൾഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ഓർ റെസിപ്റ്റ് ഓഫ് ക്യാഷ് ഈസ് കോൾഡ് ക്യാഷ് ട്രാൻസാക്ഷൻ. അപ്പോൾ ട്രാൻസാക്ഷനെ രണ്ടായിട്ട് തിരിക്കുന്നു: ക്യാഷ് ട്രാൻസാക്ഷൻ ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. രൊക്ക ഇടപാടും കടമിടപാടും. ഇനി ഒരു ട്രാൻസാക്ഷൻ പെയ്ഡ് റിസീവ്ഡ് എന്ന പദം ഉണ്ടെങ്കിൽ അത് ക്യാഷ് ട്രാൻസാക്ഷൻ. പെയ്ഡ് വേജസ്, കൂലി കൊടുത്തു, പണം പോയി, പെട്ടിയിൽ നിന്ന് പണം പോയി, അതുകൊണ്ട് ക്യാഷ് ട്രാൻസാക്ഷൻ. വേജസ് പേയബിൾ, കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ പെയ്ഡ് റിസീവ്ഡ് എന്ന പദം ഉണ്ടെങ്കിൽ അതെല്ലാം എപ്പോഴും ക്യാഷ് ട്രാൻസാക്ഷൻ. ഫ്രം ഹൂം ടു ഹൂം, ആരിൽ നിന്ന് ആർക്ക് എന്ന ചോദ്യത്തിന് ഉത്തരവുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷനിൽ ഒരിക്കലും പെയ്ഡ് റിസീവ്ഡ് എന്ന പദം കാണില്ല. പെയ്ഡ് വേജസ്, പെയ്ഡ് സാലറി, പെയ്ഡ് റെൻറ്റ്, പെയ്ഡ് പ്രിൻറ്റിങ്, പെയ്ഡ് സ്റ്റേഷനറി തുടങ്ങിയ എല്ലാ ട്രാൻസാക്ഷനും പെയ്ഡ് എന്ന പദം വന്നതുകൊണ്ട് അത്